അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ, അതായത് പൊഗറു റോസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് 30K അടിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിലും ആഹ്ലാദത്തിലും ഉന്മാദത്തിലും ഒക്കെ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്താണ് യൂട്യൂബ് അത്തറ പേല കാണിച്ചത്. ഡയറക്റ്റ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തൂക്കി. അപ്പോൾ അതിൻ്റെ ഒരു ദണ്ണത്തിലും ഡിപ്രഷനിലൊക്കെ ചെന്ന് ഞാൻ ഇങ്ങനെ നാട്ടുകാരോടൊക്കെ ചോദിച്ചത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഇനിയിപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാൻ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഡിസ്ക്ലൈമർ കാർഡ് ഇടുക, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് അല്ല എന്നുള്ള കാർഡ് ഇടുക, അല്ലെങ്കിൽ ഫെയർ യൂസ് കാർഡ് ഇടാനൊക്കെ. അപ്പോൾ ആ കാർഡ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും വലിയ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും കാലം അതിന് മുതിരാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും പേര് പറയുന്നല്ലേ, എന്നാൽ പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ച് ഞാനും ഇട്ടു. അതല്ല ഭൂതട്ട് കിട്ടു. നമ്മുടെ മറ്റേ അമർക്ബർ തോന്നിക്കകത്ത് പറയുന്ന പോലെ ബോർഡ് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള തോന്നിയ ദിവസം കാണിക്കാന്ന് പറയുന്നൊരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് വരാം. അതായത് ഈ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു ഡിപ്രഷനിലും നിരാശയിലേക്ക് വരുന്നപ്പോൾ ഇതിന് എങ്ങനെ പുറത്തു വരാമെന്ന് ആലോചിച്ചപ്പോഴാണ് പണ്ട് രാജഋഷി വയസ്സ് പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുന്നത്. സിനിമ കണ്ടാൽ കുറച്ച് ആശ്വാസം കിട്ടും. അങ്ങനെ ഡിപ്രഷൻ മാറാനായിട്ട് ഞാൻ തേടിപ്പോയി തപ്പിപ്പിടിച്ച് കണ്ട പടമാണിത്. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ ബോയിങ് വിമാനം ഇടിച്ചിറക്കിയെന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ പച്ച ചവനപ്രാവശ്യം വരെ എൻ്റെ തലവഴി തേച്ചതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥ. അച്ചമ്പുച്ചൻ തല്ലിയാലും തിരിച്ചു ചെല്ലുമെന്ന് പറയുന്ന ഒരു ചേട്ടനും അക്കമ്പക്കത്താരിലും തുമ്മിയാ പോലും തിരിച്ചു ചെല്ലണമെന്ന് പറയുന്ന ഒരു അനിയനും. ഇവന്മാർ രണ്ടെണ്ണവും കൂടെ കാണുന്നവന്മാരുടെ തലയിൽ വെക്കുന്ന ജൈവ നെല്ലിക്ക തളമാണ് ഈ സിനിമ രാമബാണം. അപ്പോൾ കഥ നടക്കുന്നത് കൊൽക്കട്ടയിലാണ്. 4 മിനിറ്റിൽ പറക്കേണ്ട ഈ ഫ്ലൈറ്റിൻ്റെ 4 ഫാനും കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്ന ഈ ചേട്ടനെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ പടം ടേക്ക് ഓഫ് ആവാനേ പോകുന്നില്ലെന്ന്. പക്ഷേ ആ സന്ദർഭത്തിലേക്ക് നടന്നു കയറുകയാണ് നമ്മളുടെ നായകൻ മാച്ചോ സ്റ്റാർ ഗോപിചന്ദ്. സ്റ്റാർ വിത്ത് 2 അപ്പോൾ കോട്ട് സൂട്ടിട്ട് നടന്നു വരുന്ന അവനെ കണ്ടിട്ട് നാട്ടുകാരൊക്കെ സല്യൂട്ട് ചെയ്യുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും അവനെ കൊണ്ട് വലിയ ബിസിനസ് മാഗ്നറ്റ് ആണെന്ന്. ഇവൻ ശരിക്കും മറ്റേതാണ് അല്ലേ. അപ്പോൾ രഘുദേവപുരത്ത് വിക്രം മാരാർ പറയുന്ന അഴക്ക ചെറുക്കൻ എങ്ങനെ ഡോൺ വിക്കി ആയെന്ന് അറിയണമെങ്കിൽ നമ്മൾ അയാളുടെ ഭൂതകാലത്തിലേക്ക് പോകണം. അപ്പോൾ ഇവരുടെ പാസ്റ്റ് ഈ സിനിമയ്ക്കകത്ത് വളരെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഡോൺ വിക്കി ഒരു ജൈവ ഹോട്ടൽ ബിസിനസ് കുടുംബത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ്. ഈ കുടുംബം വർഷങ്ങളായിട്ട് വിഷവും കെമിക്കലും ഒന്നും ഇല്ലാത്ത ഭക്ഷണം, അതായത് ഊണ് 10 രൂപയ്ക്ക് 10 ആൾക്ക് തിന്നാൻ പറ്റുന്ന വലിപ്പത്തിൽ ഡെയിലി വിളമ്പി വരികയാണ്. 1 കിലോ തക്കാളി ഉണ്ടാക്കണമെങ്കിൽ വേണം 10 രൂപ കൂടുതൽ. അപ്പോഴാണ് അവൻ്റെ 5 കറി ഇഞ്ചി കറിയും വെച്ചുള്ള ഊണ് ജൈവ ഊണ്. അപ്പോൾ പൊതുവേ ഇങ്ങനത്തെ സിനിമകളിലൊക്കെ അറിയാമല്ലോ, ഒരാൾ ജൈവമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കെമിക്കൽ കൊണ്ട് കുളിക്കുന്ന ഒരു വില്ലൻ വേണം. അപ്പോൾ ഈ സിനിമയിലും ഉണ്ട് അങ്ങനെ. ജൈവരാജൻ നടത്തുന്ന ജൈവ കൃഷി സഹിക്കാൻ വയ്യാതെ അപ്പുറത്ത് പെസ്റ്റിസൈഡ് കൊണ്ട് പാൽപ്പായസം ഉണ്ടാക്കി കൊടുക്കുന്ന പാപ്പാറാവിന് ജൈവരാജൻ്റെ കട പൂട്ടിക്കണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ജൈവരാജൻ ഈ 10 രൂപയ്ക്ക് ഒരു ഊണ് ഡെയിലി 100 രൂപർക്ക് വിറ്റാൽ പോലും 1000 രൂപ കിട്ടും. ഇയാളുടെ ഈ തേഞ്ഞ ബിസിനസ് പ്ലാൻ വെച്ച് 10 ദിവസം കൊണ്ട് ആ കട താനെ പൂട്ടിപ്പോയാൽ എന്താണ്. അപ്പോൾ പപ്പുവിന് ഇത് ഇഷ്ടപ്പെടാതെ പപ്പു ഓടി ചെന്നിട്ട് ജൈവരാജൻ്റെ ഫുഡ് ലൈസൻസ് എടുത്തുകൊണ്ട് പോകുന്നു. ജൈവരാജൻ ഫുഡ് ലൈസൻസ് തിരിച്ചു തരാൻ പറയുമ്പോൾ പാപ്പാറാവ് പറയുന്നു കൊണ്ടുവന്ന് കേസ് കൊടുക്കും. ജൈവരാജൻ ആൾ സൗമ്യനായിട്ട് ജൈവരാജൻ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. പക്ഷേ ഡോൺ വിക്കി അങ്ങനെയല്ല. അവൻ എന്തും സഹിക്കും. പക്ഷേ അവൻ്റെ ചേട്ടൻ ഒപ്പിട്ട ജൈവ പേപ്പർ വിഷമടിച്ച കപ്പലണ്ടി പുതിയ എടുത്തത് മാത്രം അവൻ സഹിക്കില്ല. അവൻ ആ വീടിനങ്ങ് തീയിട്ടു. തീ ജൈവമാണല്ലോ. അപ്പോൾ ഇതറിഞ്ഞ ജൈവരാജൻ എന്ത് ചെയ്യുന്ന അറിയാം, അനിയനെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പിടിച്ചോണ്ട് പോകും. എന്തൊരു നന്മയുള്ള മനുഷ്യൻ. ഈ പോണ വഴിക്ക് മുഴുവൻ നടക്കട സ്റ്റേഷനിലോട്ട് ഇയാൾ ഇങ്ങനെ പറയും. അവൻ സ്റ്റേഷനിലോട്ട് ഓടും, റെയിൽവേ സ്റ്റേഷനിലോട്ട്. പുറകെ ചെന്ന് ഇയാൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സ്പീഡിൽ ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അയ്യോ എന്തൊരു സ്പീഡിൽ ആ ട്രെയിൻ പോകുന്നതെന്ന് നോക്കെ. ഓടുന്ന ഇയാളെക്കാൾ സ്പീഡിൽ നടക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു സംശയം, ഇനി എവിടെയെങ്കിലും പോയി തലയിട്ടെന്ന് വിചാരിച്ച് ഇയാൾ മനഃപൂർവ്വം ചെയ്തതാണോ. അങ്ങനെ വിക്കി അവസാനം കൊൽക്കട്ടയിലെത്തി. അവിടെ നാട്ടുകാരെ വലിപ്പിച്ച് ഡോണായിരുന്നു ഒരാളെ തന്നെ വലിപ്പിച്ച് അയാളെ തന്നെ സൈഡാക്കി അയാളുടെ ബോസായി കൊൽക്കത്ത അധോലോകത്ത് ഇങ്ങനെ കയറി വന്നു. അങ്ങനെ കയറി അപ്പോൾ ആ കൊൽക്കട്ട നോർത്ത് സൈഡിലോടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡോൺ ആണെങ്കിൽ മാത്രം പറയാമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആചാരം. അങ്ങനെ ഡോൺ വിക്കിക്കും കിട്ടിയ ഒരാളെ ആണി പിടുങ്ങാൻ ചുറ്റിയെ കൊണ്ട് നടക്കുന്ന പോലെ ഒരു യൂട്യൂബ് ക്യാമറയും കൊണ്ട് തെക്ക് വടക്ക് നടക്കുന്ന ഫേമസ് യൂട്യൂബർ ഭൈരവിയക്കനെ വീഴ്ത്താൻ അത്ര എളുപ്പമല്ല. സാധാ ടെക്നിക്കുകളൊന്നും വർക്കാവില്ല. അതുകൊണ്ട് ലോകത്ത് ആരും ഉപയോഗിക്കാത്ത വലിയ കാശിലവില്ലാത്ത കുറേ ടെക്നിക്കുകൾ മാച്ചോ സ്റ്റാർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പൂ മേടിച്ച് പ്രപ്പോസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലേ, ഡോൺ വെറി. ഒരു പൂവിന് 30 രൂപ വെച്ച് 100-300 രൂപ വരുന്ന പൂ കടക്കാരൻ അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് എടുത്തു കൊടുത്തങ്ങ് പ്രപ്പോസ് ചെയ്തെന്നുമായി കാശ് ചിലവുമില്ല. കോഫി ഡേറ്റിന് കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ല, ഡോൺ വെറി. നായിക കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ശ്രദ്ധ ഒന്ന് തെറ്റുമ്പോൾ ഓടിച്ചെന്ന് ആ കാപ്പി എടുത്തങ്ങ് കുടിക്കുക. കോഫി ഡേറ്റുമായി കാശും ചിലവായില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നിനും കാശില്ലേ, നോട്ട് അറ്റ് ഓൾ വെറി. മാച്ചോ സ്റ്റാർ ചെയ്ത് തന്നെ നിങ്ങളും ചെയ്താൽ മതി. പ്രേമിക്കുന്ന പെണ്ണിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഓടുക, അതിലെന്തായാലും വീഴും പക്ക. കണ്ട നെക്സ്റ്റ് സീൻ കുടുംബ കുത്തുവിളക്ക് വിത്ത് മകർജ്യോതി മേമൻ. ഡോണിനെ പെണ്ണിനെ പറ്റിച്ച പോലെ നമ്മുടെ കുടുംബക്കാരെ പറ്റിക്കാന്ന് വിചാരിച്ച ഡോൺ വിക്കിക്ക് തെറ്റി. കാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ കുടുംബ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പോലെ എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് തന്നെ കുടുംബം ഇല്ലാത്തവന് പെണ്ണ് കൊടുക്കില്ലെന്ന് നായികയുടെ അച്ഛൻ പറയുന്നു. ആ കുടുംബം ഉണ്ടാക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് നായകൻ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അയാൾ പിടി തരുന്നില്ല. അവസാനം ഡോൺ വിക്കിക്ക് ആ സത്യം പറയേണ്ടി വരുന്നു. അയാൾക്കൊരു കുടുംബമുണ്ട്, 12 വർഷത്തിന് മുമ്പ് ഓടി വന്നാണെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ നായികയുടെ അച്ഛന് ഭയങ്കര സന്തോഷമാവും. ഏത് കുടുംബത്തിലാണ് വഴക്കില്ലാത്തത്? ഞങ്ങൾ തമ്മിൽ ഇവിടെ പലപ്പോഴും വഴക്കിടാറുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ഞങ്ങൾ ഒന്നിക്കുകയും ചെയ്യും. അവനൊരുത്തൻ്റെ കൂരയ്ക്ക് തീയിട്ടിട്ട് വീട്ടിൽ നിന്ന് ഓടി വന്ന കാര്യമാണ് പറയുന്നത്. അല്ല കരിക്ക് വെട്ടിട്ട് തരാത്തതിന് താൻ പെണ്ണുപിള്ളയായിട്ട് അടിയുണ്ടാക്കിയ പോലത്തെ കഥയല്ലേ ഇത്. എന്താണെങ്കിലും അവസാനം കുടുംബമില്ലാത്തതിന് പെണ്ണ് കൊടുക്കില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ജോൺ വിക്കി അദ്ദേഹത്തിൻ്റെ ജൈവഭവനത്തിലേക്ക് മടങ്ങുകയാണ്. വേപ്പില പോലിരിക്കുന്ന വെണ്ടയ്ക്ക വെച്ച് സാമ്പാർ ഉണ്ടാക്കി അത് 10 രൂപയ്ക്ക് വിറ്റ് 10 കൊല്ലം കൊണ്ട് അങ്ങേരെ ഉണ്ടാക്കിയ വീടാണിത്. ഇതൊക്കെ ഏത് ലോകത്താണോ. അപ്പോൾ എന്തായാലും നായകൻ കുടുംബത്തിനകത്തോട്ട് കയറി ചെന്ന് ചേട്ടനെയൊക്കെ കെട്ടിപ്പിടിച്ച് ബാക്കിയുള്ളവരൊക്കെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെയുള്ളവർ മാറി നിന്ന് കരയുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ ചേട്ടത്തിയമ്മ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, കഴിഞ്ഞ 12 വർഷമായിട്ട് ഡെയിലി അവരുടെ കൈ കൊണ്ട് ഇവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു, എന്നിട്ട് ഇവൻ വന്നില്ല എന്ന്. പെണ്ണുമ്പോൾ ഇത് എന്തറിഞ്ഞിട്ടാ
ആ മകരജ്യോതി മാമിനില്ലാതെ നിങ്ങൾ ഇന്നുണ്ടാക്കിയ സാമ്പാറും രസവടയും വേസ്റ്റ് ആയേനെ. അല്ല പിന്നെ അവർക്കാണെങ്കിൽ ഇവൻ വന്നപ്പോൾ തൊട്ട് അവനെ തീറ്റിച്ചേ പറ്റൂ. ഇങ്ങനെ തീറ്റിച്ചുകൊണ്ടേയിരിക്കുക. ചേട്ടൻ്റെ ഭാര്യയല്ലേ, വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനായിട്ട് അവൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കൽ. അതിൽ രണ്ടുണ്ട് കാര്യം. ഒന്ന് ഭൈരവിയാക്കനെ ഇങ്ങോട്ട് തട്ടാം, രണ്ട് ചേച്ചിക്ക് നാട്ടുകാരുടെ നിന്ന് ബേഷ ഊക്ക് മേടിച്ചു കൊടുക്കാം. പക്ഷേ അപ്പോൾ ചേച്ചി പെട്ടെന്ന് എനിക്ക് ചേട്ടൻ്റെ പുറകിൽ നിന്നാൽ മതി, ഫ്രണ്ടിൽ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഡോൺ വിക്കി കുറച്ച് പുരോഗമന സാമജവര ഗമനം അടിക്കുമ്പോഴത്തേക്കും ചേച്ചി ഫ്ലാറ്റ്. അങ്ങനെ അക്കം വരുന്നു, കൂടെ യൂട്യൂബ് വീഡിയോ എടുക്കുന്നു, പിന്നെ കുറേ കൊണ്ട് വിമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ തമാശയും. ഉദാഹരണത്തിന് ഒരു സാമാന്യ പൊക്കമുള്ള ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. പക്ഷേ അതിൻ്റെ പാതി പൊക്കമുള്ള ഒരാൾക്ക് ഹാഫ് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോരെ? ഏത് ഈ സിനിമയിലെ തമാശയാണ്. പക്ഷേ ഈ സിനിമയിലെ ശരിക്കുള്ള പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. കൊൽക്കട്ടയിലെ ഗുണ്ടാപ്പണിയിൽ നിന്ന് ലീവിൽ വന്ന ജോൺ വിക്കിക്ക് ഇവിടെ ജൈവരാജൻ ഉണ്ടാക്കി വെക്കുന്ന പോപ്രായങ്ങൾ തീർക്കാൻ തന്നെ സമയം കളയുന്നില്ല. ഈ സിനിമയിലെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FSSAI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ജൈവരാജൻ. അയാൾ കെമിക്കലുകളുടെ തമ്പുരാനായി GKയുടെ ഫുഡ് വിഷമാണെന്ന് പച്ചയ്ക്ക് അങ്ങ് പറയും. അയാളുടെ വയറ്റത്തടിക്കും. ഇത് കണ്ട് ദേഷ്യമായ GK ലോകത്ത് ആരും ചെയ്യാത്ത കുറേ പരിപാടികൾ ചെയ്യും. കുടുംബത്തിലെ ഒരു പെണ്ണിൻ്റെ കല്യാണം മുടക്കിക്കും, ഇയാളെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കും, പിന്നെ ഇയാളുടെ ഹോട്ടലിൽ നിന്ന് പോകുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തും. വിഷം പിന്നെ അയാളുടെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അത് പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡോൺ വിക്കിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ശരിയാക്കണം. കൊല്ലും പെണ്ണാണ് എൻ്റെ കൊള്ളതൊഴിലായതുകൊണ്ട് ആ സൈഡ് ഓക്കെയാണ്. പിന്നെ കാശില്ലാതെ മുടങ്ങിപ്പോയ കല്യാണം, അത് നേരെ ചെന്നിട്ട് ഒറ്റ ട്രാൻസ്ഫറിൽ 50 കോടി കല്യാണം സെറ്റ്. ഹാപ്പി. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് 2 പാട്ട്, 3 ഫൈറ്റ്, 356 ചളി, ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ നമ്മുടെ തല ചെറുതായിട്ടൊന്ന് പെരുക്കും, കണ്ണ് ചെറുതായിട്ടൊന്ന് അടയും. സാമാന്യ മനുഷ്യരല്ലേ, എൻ്റെയും കണ്ണ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി. അത് കഴിഞ്ഞ് എപ്പോഴോ കണ്ണ് തുറന്നപ്പോഴത്തേക്കും നെറ്റ്ഫ്ലിക്സ് എന്നോട് ചോദിച്ചത് ഇതാണ്. ഞാൻ കണ്ടിന്യൂ വാച്ചിങ് അടിച്ചപ്പോൾ ഞാൻ കാണുന്ന ഇതാണ്. ജൈവരാജൻ അങ്ങനെ വയലൻ രാജനായി? ഡോൺ വിക്കിക്ക് എന്ത് പറ്റി? ഭൈരവിയാക്കിന് ഇനി സിൽവർ പ്ലേ ബട്ടൺ കിട്ടില്ലേ? ആ കുടുംബം ഇനി ഒന്നും ചേരില്ലേ? നിങ്ങളെപ്പോലെ ഈ സംശയങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയം തീർക്കാനായിട്ട് ആ പടം ഒന്നുകൂടെ കാണുള്ളൂ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും മടിച്ചു. അതൊരു പ്രശ്നമാണോ? നിങ്ങൾ പറ, അതൊരു പ്രശ്നമാണോ? ഒരിക്കലും ഇല്ലടാ. ഈ സമാധാനത്തോടെ തിരിഞ്ഞടക്കണം. ടെൻഷൻ മനസ്സിലാക്കി